അപ്പൊ നമ്മൾ ഇന്നൊരു ചാലഞ്ചാണ് ചെയ്യാൻ പോണത്. പറഞ്ഞോളൂ ചാലഞ്ച് എന്താന്ന് വെച്ചാൽ 150 രൂപയുടെ അകത്ത് ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും കുറവ് വിലയ്ക്ക് സാധനം എടുക്കണം. അതും ഒരാളുടെ പേരിന്റെ അനുസരിച്ച്. അപ്പൊ നമ്മൾ ആരുടെ പേരാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? അഭിനവിന്റെ പേരാണ്. അഭിനവ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പം അവന്റെ പേരിലാണ് നമ്മൾ ഇന്ന് സാധനം വാങ്ങാൻ പോണത്. അപ്പൊ ആദ്യം ഞാനായിരിക്കും എടുക്കുന്നത്. പിന്നെ എയിലൊരു സാധനം, ബിയിലൊരു സാധനം, അങ്ങനെ കോമൺ ലെറ്റേഴ്സ് ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി. 150യുടെ അകത്ത് കുറവിലെടുക്കണം. അതാണ് നമ്മുടെ ചാലഞ്ച്. ഓക്കെ, നമുക്ക് സാധനം വാങ്ങാനായിട്ട് പോവാണ്. അല്ലേ? നമ്മളിപ്പോ സാധനം വാങ്ങാൻ പോവുകയാണ്. ആദ്യം ആര് പോവും? നീ. ആദ്യം ഞാനായിരിക്കും പോകുന്നത്. അതിനുശേഷം ഇവള് പോകും. ഇവള് വാങ്ങണ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവോ നോക്കട്ടെ. ഒന്നും കാണിച്ചു തരൂല. അപ്പം ലെറ്റ്സ് ഗോ. അപ്പൊ ഞാനാണ് ആദ്യം പോകാനായിട്ട് പോകണം. നമുക്ക് ഏകദേശം 7 ലെറ്റേഴ്സ് ഉണ്ട്. 150ക്കുള്ളിൽ അഭിനവാണ് പേര്. അപ്പൊ നമുക്ക് 7 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം 7 ലെറ്റേഴ്സിൽ 150 റുപ്പീസിനകത്ത് വേണം നമ്മൾ സാധനം. 150ക്ക് ബിലോ നമ്മൾ വാങ്ങിച്ച് തീർത്ത് അവരായിരിക്കും വിന്നർ. കറക്റ്റ് 150 ആണെങ്കിൽ നമ്മൾ പ്രൈസ് ഒക്കെ നോക്കി പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനാണ് പോണം. ലെറ്റ്സ് ഗോ. നമ്മുടെ ഫസ്റ്റ് ലെറ്റർ എ ആണ്. എ വെച്ച് നമുക്ക് തപ്പാം. വാ, എ വെച്ച് എന്തോ അടിക്കും. നീ എന്താ ഉമ്മ ഇറക്കുന്നു? എ വെച്ച് ആപ്പിൾ ഉണ്ട്, പക്ഷെ അത് സിമ്പിളായി പോകും അല്ലേ? നമുക്ക് തപ്പാം. എ വെച്ച് ആപ്പിൾ ആണെങ്കിൽ കുറച്ച് റേറ്റ് ആയിരിക്കും. നമുക്ക് ആപ്പിൾ ഫിഷ് നോക്കാം. ആപ്പിൾ ഫിഷ് ഇവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞൂടെ. എൻ്റെ അവിടെയൊക്കെ 20 രൂപയ്ക്ക് കിട്ടും. നമുക്ക് നോക്കാം. ആപ്പിൾ ജ്യൂസ് ഉണ്ട്, അതെടുക്കട്ടാ. 150ക്ക് അകത്ത് വേണം വരാൻ. അതും കൂടെ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കാൻ. ഇതിന് എത്ര രൂപ? 25 രൂപ. നമ്മൾ പേപ്പർ കൊണ്ട ആപ്പിൾ ജ്യൂസ്. കമ്പനിയുടെ പേര് നോക്കൂല, നമ്മൾ എന്താണ് സാധനം എന്ന് നോക്കാം. ആപ്പിൾ ജ്യൂസ് 25 റുപ്പീസ് എടുത്തു. ഇനി നെക്സ്റ്റ് ബി. ബി വെച്ച് നിങ്ങൾ വിചാരിച്ച് ഞാൻ പരാജയപ്പെടുന്നത്. ബൺ റോൾ 10 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ 35 രൂപ അല്ലേ? 35. ഹെച്ചിന് നമ്മൾ ഹോമോസ് ആണ് വാങ്ങുന്നത്. ഹോമോസ് അല്ല, എനിക്ക് നേരെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റണം. ക്യാഷ് എടുത്ത് ഫ്രഷ് ഹോമോസ് 28 റുപ്പീസേ ഉള്ളൂ. നമുക്കത് നമ്മൾ ഹെച്ചിങ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ 71 റുപ്പീസ് പോയിരിക്കുകയാണ്. 150 വരെ ഉണ്ട്. നമുക്കിനി ബാക്കി ഹെച്ച് കഴിഞ്ഞു. ഇനി INAV 4 ലെറ്റേഴ്സ്. അപ്പോൾ ഗൈസ്, അഭിനവിന് 2 A ഉണ്ട്. അപ്പോൾ കോമൺ ലെറ്റർ ആകുമ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ നമുക്ക് 3 ലെറ്റർ ഉണ്ട്. INV, അത് 3 കവർ ചെയ്യും. അപ്പോൾ ഗൈസ്, V ഫോർ വെർമിസെല്ലി കിട്ടി. നമുക്ക് 2 ലെറ്റേഴ്സ് ഉണ്ട്. Iയും Nഉം. N ഫോർ ഞാൻ നട്ട്സാണ് നോക്കുന്നത്. H ഫോർ ഹാപ്പി ഡെൻ്റ് എടുത്തു. നേരെ നമ്മൾ മറ്റേ തോമസ് ഒന്നും അങ്ങനെ ഒരു സാധനമാണ് എടുത്തത്. അതിന് 36 രൂപ. അപ്പോൾ നമുക്കത് വേണ്ട. സോ ഇത് 25 രൂപയുള്ളൂ. നമ്മൾ ഇതും ഒന്ന് എടുക്കാം. N ഫോർ നെയിം സ്ലിപ്പ് 50 റുപ്പീസ്. ഇനി നമുക്ക് I മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ്. I ഫോർ നമ്മൾ ഇൻസ്റ്റൻറ്റ് നൂഡിൽസോ ഇൻസ്റ്റൻറ്റ് റവയോ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും. ഫോർ ഇൻസ്റ്റൻറ്റ് പാസ്ത 38 രൂപ. ഇത് നമ്മൾ മൊത്തത്തിൽ ആഡ് ചെയ്തിട്ട് വരാം. അതിന് മുന്നേ സാധനം കാണിച്ചു തരാം. സോ നമ്മൾ A വെച്ച് ആപ്പിൾ ജ്യൂസ്, B വെച്ച് ബൺ റോൾ, I വെച്ച് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, N വെച്ച് നെയിം സ്ലിപ്പ്, H വെച്ചിട്ട് ഹാപ്പി ഡെൻറ്റ്, B വെച്ച് വേർമിസെല്ലി. കംപ്ലീറ്റഡ്. നൂഡിൽസ് എടുത്ത് നെയിം സ്ലിപ്പ് ഭയങ്കര. ഇപ്പോൾ 178 ആയി.
സോ നമുക്ക് 150 വയ്ക്കണം. അതുകൊണ്ട് നമ്മൾ മാഗി 2 മിനിറ്റ് നൂഡിൽസ് എടുക്കും. ഇനി അടുത്ത് എൻ്റെ കൂടെ ഞാൻ പേടിക്കുന്നു. ഹലോ എടുത്തേ ബി ഫോർ ബിയിൽ അടുത്ത ജ്യൂസ് എടുത്താൽ മതി. എടി 150 ടാലി ആവണം കേട്ടോ. മിഠായി എടുത്ത് ബി എടുത്ത് ഇത് 9 രൂപ, ഇത് 25 രൂപ. ഇങ്ങനത്തെ എച്ച് ഐ എടുക്കണം. ഐസ്ക്രീം എടുക്കണം. എച്ച് എന്തെടുക്കും? നിന്റെ പേരിൽ എന്താ ഫുഡ് ഉണ്ടോ പറ. എച്ച് ഇല്ലല്ലോ മതിയോ? എച്ച് വിലയാണ്. ലെറ്റർ ഇനി ഉണ്ട്. ശിവനെ ഞങ്ങൾ വെളിയിലാക്കി. അവൾ ഓൾറെഡി ബില്ല് ചെയ്ത് ഇറങ്ങി. ഇനി ഞാൻ വാങ്ങണം. എച്ച് എടുക്കാൻ പോണം. അയ്യും ഉണ്ട്. ഇൻസ്റ്റന്റ് ഞാൻ എവിടെ പോകും? ഇത് എ ബി എച്ച് വാങ്ങുന്ന ഐ ഇൻസ്റ്റന്റ് ഐ ഇനി എന്തുണ്ട്? ഐ ഇത് എൻ നൂഡിൽസ്. എ പിന്നെ റിപ്പീറ്റ് ആയിട്ട് എടുക്കുന്നില്ല. ബി നമ്മൾ എന്താ എടുത്തേ? ബി ബൂമർ. ബി ബൂമർ അല്ലല്ല ബി ബി ആ വെജ് സൂപ്പ്. നമ്മളിനി കൂട്ടി പോകാം. ബില്ല് നോക്കാം എത്രയാണ്. നമ്മൾ രണ്ടുപേരും ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? സാധനങ്ങൾ നമുക്ക് സാധനം കാണിക്കാം. ഫസ്റ്റ് നീ കാണിയത്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെറ്റർ എ ആണ്. എടുത്ത് ബി. എ ഫോർ ആപ്പിൾ. ആപ്പിൾ ഫിസ് ആണ് ആദ്യം ഞാൻ നോക്കിയത്. പക്ഷെ അതില്ല. ഇത് ഞാൻ പൂജയിൽ സ്ഥിരം വാങ്ങുന്ന സാധനമാണ്. ആപ്പിൾ ജ്യൂസ് 1 25. അപ്പോൾ രണ്ടുപേരും അതാണ് ആദ്യം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 ലെറ്റർ ഉണ്ട് എ. അപ്പോൾ സെയിം സാധനം ഞങ്ങൾ എടുത്തത്. റിപ്പീറ്റ് ലെറ്റർ എടുക്കട്ടാന്ന് പ്ലാൻ ഉണ്ട്. അതെടുത്തിട്ടില്ല. ഓക്കെ, ബി ഫോർ ബൺ റോൾ. ഞാൻ ബൺ റോളാണ് എടുത്തത്. അതെത്ര? 10 രൂപ. 9 രൂപ. ആ ഏകദേശം. ഓക്കെ ഓക്കെ, ഇവിടെ ബൂമർ ബൺ റോൾ 9 10 രൂപ. ആ എച്ച് എൻ്റെ കയ്യിലുണ്ട്. എച്ച് എൻ്റെ കയ്യിലുണ്ട്. ഹാപ്പി ഡെൻസ്. ബ്രെഡ് ഹൽവ. ഹൽവ എത്ര ഏതിന്? 34 രൂപ. 25 രൂപ. ഞാൻ ആദ്യം മറ്റേ 27 ആയിരുന്നു. പക്ഷെ ഗ്രാം വെച്ച് മറ്റേ ഹോമോസോ ഹമ്മൂസ് എന്തോ ഒരു പണ്ടായിരുന്നു അത് വാങ്ങിച്ചു. അതിന് 36 രൂപ. അപ്പം പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇത് കിട്ടി. അപ്പം ഇത് 25 രൂപ. ഓക്കെ, എച്ച് കംപ്ലീറ്റ്. ഇനി ഐ. നീ എടുക്കുക. ഇൻസ്റ്റന്റ് പാസ്ത. ഐസ്ക്രീം ഇല്ല 10 രൂപയ്ക്കൊന്നും. എല്ലാം 84 രൂപ 90. ഇതിന് 38 രൂപ. അതിനെത്ര? 42 അല്ലേ? നോക്കട്ടെ ബില്ല് നോക്കട്ടെ. ഇപ്പം എത്ര? 42. എനിക്കിത് 38. എന്റെ നൂഡിൽസ് രണ്ടുപേരും സെയിം. എത്ര രൂപയാണ്? ഫസ്റ്റ് സാധനം എടുത്ത് പോയി തിരിച്ച കറിവേക്ക് മനസ്സിലായി. 20. ഇല്ല 18. 18 ആണ് ഞാൻ വാങ്ങിച്ച 18. ഞാൻ വാങ്ങിച്ചത്
ഞാൻ ചെറുതല്ലേ ഞാൻ 15. ഞാനാ വെജ് വാങ്ങിച്ചത്. ഈ ചിക്കൻ്റെ അടുത്ത് ഞാൻ വെജ് അടുത്ത് ഞാൻ ഇതാണ് അതാണ് അടുത്ത്. ചെറുതാണ്. അപ്പോൾ ഇതായിരിക്കും 18 ഞാൻ വാങ്ങിച്ചത്. എൻ്റെത് ബില്ലിന് എത്രയും നോക്ക്. ഇത് ഡബിൾ മസാല ആയതുകൊണ്ടായിരിക്കും. ലാസ്റ്റ് ബില്ല് കാണിക്കണം രണ്ടുപേരും. കാണിക്കാം. ഇത് 15, ഇത് 18. ബാഗി ഡബിൾ മസാല ഏതാ? ഓ ഡബിൾ മസാല അതാ ഞാൻ വാങ്ങിച്ചു. അതിന് 18 രൂപ. 18. ഇത് 15. ഓക്കെ. ഇനി അടുത്തത് വി ബി എ ഓൾറെഡി ഞങ്ങൾ 2 വാങ്ങിയിട്ടുണ്ട്. ബി ഫോർ വെർമിസില്ലി. സൂപ്പ് കൊള്ളാടി. അതിന് എത്ര റേറ്റ് നോക്കട്ടെ. 10 രൂപയുള്ളൂ ഇത്. വെർമിസില്ലിക്ക് 29 രൂപ. 10 രൂപ. ആ ബുദ്ധി വന്നില്ല. എനിക്ക് ലാസ്റ്റ് ഷഫിൾ ചെയ്ത് അതാ. നേരെ ഞങ്ങൾ എടുത്തൊന്നൊരു ഓരോ സാധനം വെർമസില്ലി ഞാൻ അപ്പൊ ഇത് മൊത്തം ഒന്ന് കാണിച്ചാണല്ല. അപ്പൊ ഇതാണ് ഗൈസ് നമ്മൾ വാങ്ങിച്ച സാധനം. ഇനി നമുക്ക് ബില്ല് നോക്കിയിട്ട് ആരാണ് ജയിച്ചതെന്ന് പറയാം. ഓക്കെ. ബില്ല് അഭി നോക്കി നമുക്ക് ഇങ്ങോട്ട് നമുക്ക് 150 ആയിരുന്നു മൊത്തമുള്ള റേറ്റ്. അതിൻ്റെ അകത്ത് ഏറ്റവും കുറവ് ആരാണോ വാങ്ങുന്ന അവരായിരിക്കും ജയിക്കുന്നത്. ഓക്കെ. ഓക്കെ. ഇത് നിന്റെ ഇതെന്റെ എടാ. ദേവിക്ക് 137, ശിവയ്ക്ക് 134. നീയോ ജയിച്ചത്? എത്ര എടാ. രൂപയ്ക്ക്? 3 രൂപയ്ക്ക്. 3 രൂപയ്ക്ക് വ്യത്യാസം. അത് വലിയ ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു 130 ആ ഒരു റേഞ്ചിൽ തന്നെ വന്ന് നമ്മൾ രണ്ടുപേരും. അത് എടുത്ത സാധനം നോക്കി കൈസ് കൂടി വിശക്കണം. നിനക്ക് വേണോ? ഓടാ. കുടിച്ചാ അതിൽ കിളികളാത്ത സാധനം അത് തന്നെ. ഇത് മറ്റേതല്ല. എന്നാ കുടി. ഞാനും ഞാൻ 150-ൽ 134 റുപ്പീസിനാണ്. പക്ഷെ ഇത് കറക്റ്റ് 27 ഞാൻ ജയിക്കുമായിരുന്നല്ലേ? സത്യം. അയാള് നിനക്ക് 137. ഇവർക്ക് ജസ്റ്റ് 3 രൂപയുടെ 3 മാർക്കാ. ഒരു ബോർഡ് എക്സാമിൽ 3 മാർക്ക് 3 രൂപയുടെ വ്യത്യാസം. പക്ഷേ ഗൈസ് ഇപ്പോഴാണ് മനസ്സിലായത് 150 വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും അല്ലേ? ഒരു ശരാശരി മനുഷ്യന് പറ്റിയ കണ്ടാ വാങ്ങാൻ പറ്റും. നല്ല രീതിക്ക് വാങ്ങാൻ പറ്റൂലേ? ഇത് ഇടയ്ക്ക് ഞാൻ ഒരാളെ വീഡിയോ കോൾ ചെയ്ത് ഹെൽപ്പൊക്കെ ചോദിച്ചു. രോഹി ഞാൻ അങ്ങനെ അല്ല ഇവൻ എനിക്ക് ആ ഹോംവേഴ്സ് പറഞ്ഞു തന്നെ. പക്ഷേ അതിന് ബില്ലടിച്ചെത്തുമ്പോൾ 37 രൂപയായി. പിന്നെ ഞാൻ നെയിം സ്ലിപ്പ് എടുത്ത് എന്തിന് നൂഡിൽസിന് പക്ഷെ നെയിം ഈറ്റിംഗ് അല്ലല്ലോ. ഈറ്റിംഗേ പാടുള്ളൂ. അതുകൊണ്ട് ഈറ്റിംഗ് ആയതുകൊണ്ട് അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ഇതാക്കി. അപ്പം ഗൈസ് ഇതിലും ഞാൻ ഗൈസ് ചോദിക്കുന്നത് അന്നത്തെ ഈറ്റിംഗ് ചാലഞ്ചിനും അത് ഫേക്ക് ആയിരുന്നു. അതാ, അതാ, അതാ. ഉടായിപ്പായിരുന്നു. ഗൈസ് ഇവള് പലരും കഴിച്ചൊന്നുമില്ല. ഉടായിപ്പായിരുന്നു. കൊള്ളായിരുന്നു. ലെറ്റർ കിട്ടൂല. എന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷെ ആ റേറ്റ് അനുസരിച്ച് തപ്പിയെടുക്കാൻ ഭയങ്കര പാടാണ്. വിചാരിക്കുന്ന കണക്ക് സിമ്പിളല്ല. അപ്പോൾ ഏറ്റവും ഇസഡ് ചാലഞ്ച് വെച്ചിരുന്നെങ്കിലോ നിന്റെ പേരാണ് വെച്ചെങ്കിലാ എൻ്റെ പേരിൽ ചെയ്യാൻ 150 ഇരിക്കലും 300 വെക്കണം. പക്ഷെ നമ്മളെല്ലാവരും 130-ക്കകത്ത് തീർക്കും. സെറ്റ് തന്നെ. ഇവള് 1 മണിക്കൂർ, ഞാൻ 1/2 മണിക്കൂർ. അതാ വ്യത്യാസം. ഞാൻ കുറച്ച് നേരം എടുത്ത് ഗൈസ് ചിന്തിച്ച് ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു. കൊള്ളാം. അപ്പോൾ ഗൈസ് ഇത് എന്നെ നമ്മളെല്ലാവരും ക്യാമറ എടുക്കാൻ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്ത ആരാണ്? നമ്മുടെ തമ്പി. അവൻ്റെ പേരിൽ ലെറ്റേഴ്സിലാണ് നമ്മൾ എല്ലാ സാധനവും വാങ്ങിച്ചിരുന്നത്. പിന്നെ അവനെ കാണിക്കാത്തത് അവൻ ചെറുതൊരു തല മുട്ടയടിച്ച് അവൻ ലിംഗേഷനായിരുന്നു. അപ്പം എങ്ങനെ അവനെ കാണിക്കും? അവൻ നേരത്തെ വീഡിയോയിൽ ഈറ്റിംഗ് ചാലഞ്ചിലൊക്കെ അവനുണ്ട്. അപ്പം അവൻ പക്ഷേ ഞാൻ ഒരാൾക്ക് കാണിച്ചു കൊടുക്കും, നാച്ചിനെ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഇവൻ മുട്ട അടിച്ചുകൊണ്ടാണ് ഇവൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാത്തത്. മുട്ട വളർന്നതിന് ശേഷം നമ്മൾ ഇവനെയും കൂടെ വ്ളോഗിൽ കൊണ്ടുവരാം. ഓക്കെ വരുമല്ലോ. കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. തൊപ്പി അയ്യോ വെച്ചേക്കും. കുഴപ്പമില്ല. കുഴപ്പമുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചാലഞ്ച്. ഇത് നമുക്ക് നോക്കാം. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ കയ്യിൽ മിനിമം ബഡ്ജറ്റ് ഉള്ളൂ. നമുക്ക് അത് മിനിമം ബഡ്ജറ്റേ ഉള്ളൂ കയ്യിൽ. അപ്പം
സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എടുത്ത് ചെലവ്. അതാണ് 150 ആക്കിയത്. ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചതിന് ശേഷം നമ്മളിനി താഴെ പോയി നമ്മളിനി റോസ്റ്റഡ് ചിക്കൻ കഴിക്കും. എല്ലാവരും നമ്മൾ വിചിത്ര ജീവികളായിട്ടാണ് നോക്കുന്നത്. പക്ഷെ എനിക്ക് ചാലഞ്ച് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് വലുതാണ്. പക്ഷേ ചാലഞ്ച് എടുക്കുമ്പം നൈസല്ലേ. പക്ഷെ തോറ്റ ആൾക്കൊരു ഒരു ശിക്ഷയും കൂടെ ഉണ്ട്. ഇല്ല, ഞാൻ തിന്നു. അല്ല അത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ. അടുത്ത ചാലഞ്ചായിട്ട് വരാം. അപ്പോൾ ബൈ. നീ കൈ കാണിക്കടാ. ബൈ.